കെ ആന്റണിക്കെതിരെ ആഞ്ഞടിച്ച് SNDP മുൻ യോഗം സെക്രട്ടറി ഗോപിനാഥൻ. ആന്റണിയുടെ പ്രസ്താവനയിൽ ആത്മാർത്ഥതയില്ലെന്നും ആന്റണിക്ക് തിരുത്തണമെങ്കിൽ നേരത്തെ ആകാമായിരുന്നെന്നും ഗോപിനാഥൻ പറഞ്ഞു. ശിവഗിരിയെ കലാപഭൂമിയാക്കാൻ ആന്റണി ശ്രമിച്ചു. പിന്നീട് വന്ന നായനാർ സർക്കാർ കാട്ടിയത് നീതിപൂർവമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും ഗോപിനാഥൻ പറഞ്ഞു. ശിവഗിരിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോലീസിനെ അയച്ചതെന്ന് പറഞ്ഞു. എന്നാലും പറഞ്ഞില്ല, ഇതുവരെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് ചെയ്തത് എന്നുണ്ടായിരുന്നെങ്കിൽ, അതിൽ ആൻ്റണിക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് ആൻ്റണിക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്ത് കോടതി ഉണ്ടല്ലോ. ഇപ്പോൾ ക്ഷമമെന്ന് പറയുന്നത് സംഗതി പുറത്തു വന്നപ്പോൾ പലയിടത്തും പല കേന്ദ്രങ്ങളിലും ഇതാണ് വസ്തുതയെന്ന് അത്ഭുതപ്പെട്ട ആളുകളുണ്ട്. ഒരുപാട് പേര് വസ്തുത. അപ്പോൾ വസ്തുത ഇതാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ആൻ്റണി ഇപ്പോൾ പറഞ്ഞല്ലോ, കോടതി ഉത്തരവനുസരിച്ചാണ് ഞാൻ ചെയ്തത്, എനിക്ക് ഇപ്പോൾ ഖേദമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഖേദിക്കുന്നതായിരുന്നു ആൻ്റണി. അതിനുശേഷം ഇവിടെ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. നയനാരുടെ ഗവൺമെൻറ് വന്നില്ലേ ആൻ്റണിയുടെ ഗവൺമെൻറ് ശേഷം അല്ലേ? ആ നയനാരുടെ ഗവൺമെൻറ് വന്നപ്പോൾ ശിവഗിരിയിൽ ഈ പ്രശ്നം നിലനിൽക്കുകയായിരുന്നല്ലോ. ശിവഗിരിയിൽ അങ്ങ് മാറ്റി, എല്ലാവരെയും അങ്ങോട്ട് മാറ്റി വെച്ച് അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. ഒരുത്തനും ചോദിച്ചില്ല, ഒരു പോലീസും ചെന്നില്ല. ഇതൊക്കെ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കേണ്ടി വന്നത് ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടാണ്. ഒരു ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നത് ചെയ്തില്ല. ചെയ്തെങ്കിൽ ഇപ്പോൾ ആൻ്റണിക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരത്തില്ലായിരുന്നു. എനിക്ക് എൻ്റെ പുസ്തകത്തിനകത്ത് ഇത് എഴുതേണ്ടി വരത്തില്ലായിരുന്നു. കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുൾ നൽകും വിവരങ്ങൾ. ഷമീർ, ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശിവഗിരി മഠവും അവരുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോപിനാഥൻ അദ്ദേഹത്തിന്റെ നിലപാട് തുറന്നു പറയുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ? 1995 ശിവഗിരി മഠത്തിൽ നടത്തിയ പോലീസ് നടപടിക്കെതിരെയാണ് നേരത്തെ തന്നെ ഗോപിനാഥൻ ഇത്തരത്തിലൊരു പുസ്തകത്തിൽ തൻ്റെ ആത്മകഥയിൽ കെ ആന്റണിയെ വിമർശിച്ചിരുന്നു. കെ ആന്റണി കഴിഞ്ഞ ദിവസം ആ പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ പരാമർശിച്ചുകൊണ്ടും ചില പ്രസ്താവനകൾ വാർത്താസമ്മേളനം വിളിച്ച് നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഗോപിനാഥൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കെ ആന്റണി മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒറ്റയ്ക്കൊരു നിലപാട് സ്വീകരിച്ചിരുന്നത്. അന്ന് യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്ന താൻ ഇത്തരത്തിൽ ഈ ശിവഗിരി മഠത്തിനുള്ളിൽ പോലീസിനെ കയറ്റരുതെന്ന് കെ ആന്റണിയോട് ആവശ്യപ്പെട്ടതാണ്. ആന്റണി അങ്ങനെ ഉറപ്പ് നൽകിയിരുന്നു. ഇതിനുശേഷം ദില്ലിയിൽ പോയ കെ ആന്റണി ദില്ലിയിൽ വെച്ചാണ് പോലീസ് നടപടിക്ക് അങ്ങനെ ഒരു അനുവാദം കൊടുക്കുന്നത്. ഇപ്പോൾ കെ ആന്റണി വന്ന് പറയുന്നത് അത് അങ്ങനെ അല്ല എന്ന രീതിയിൽ കെ ആന്റണി നടത്തുന്ന പ്രസ്താവന ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത പ്രസ്താവനയാണ് കെ ആന്റണി നടത്തുന്നത്. കെ ആന്റണി അന്നും സ്വാർത്ഥനായി പെരുമാറിയിരുന്നു. കോൺഗ്രസിലെ പല നേതാക്കന്മാരും കെ ആന്റണിക്ക് ഈ ശിവഗിരി മഠത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കെ ആന്റണിയെ സമീപിച്ചു. താനും ആര്യാടൻ മുഹമ്മദുമായി ഇത്തരത്തിൽ കെ ആന്റണി മുറിയിലെത്തി അന്നത്തെ CM-നോട് സംസാരിക്കുകയും ചെയ്തു. എന്തിനാണ് ഇത്തരത്തിൽ ശിവഗിരി മഠത്തിൽ പോലീസ് നടപടി ഉണ്ടായത്? അപ്പോഴും മൗനം നടിച്ച കെ ആന്റണി ഇപ്പോൾ അന്ന് സ്വന്തമായി എടുത്ത നിലപാടാണ്. അതായത് ഒരു കോൺഗ്രസ് നേതാക്കന്മാർ പോലും അംഗീകരിക്കാതെ അവരെ അനുസരിക്കാതെ സ്വന്തമായി എടുത്തൊരു തീരുമാനത്തിൽ ഇപ്പോഴൊരു ഖേദപ്രകടനവുമായി രംഗത്ത് വരുന്നത് ആന്റണിയുടെ ഭാഗത്തു നിന്നുമുള്ള ഏകപക്ഷീയമായ ഒരു ആത്മാർത്ഥതയില്ലാത്ത തീരുമാനമാണ്. കെ നയനാർ മാത്രമാണ് അന്ന് SNDP സമുദായത്തിന് ആന്റണിക്ക് തിരുത്തണമെങ്കിൽ നേരത്തെ തന്നെ ആകാമായിരുന്ന നിലപാടാണ് ഇപ്പോൾ ഗോപിനാഥൻ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിമർശനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.